അയ്യോ, ഇത് കണ്ടോ നിങ്ങൾ? നമ്മുടെ വീട്ടിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്തെടുത്ത ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മുടെ മുടി അങ്ങനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട്, സ്മൂത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടി അങ്ങനെ തിളങ്ങുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിയെ ടച്ച് ചെയ്യാനും പോലും പറ്റില്ല, അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. നമ്മുടെ പാർലറിൽ പോയാൽ പോലും ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ മുടിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അത്രമാത്രം മുടിയിൽ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ മുടിയിൽ ഇങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും, എൻ്റെ മുടി ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരു തവണ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ മുടി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ എൻ്റെ മുടിയിൽ ഞാൻ ചെയ്തത്, ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള മുടി വളരാനും മുടിയുടെ തിക്നെസ് കൂടാനും മുടിയിലെ ഡ്രൈനസ്, പൊട്ടിപ്പോവല്, സ്പ്ലിറ്റൻസ്, അങ്ങനെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. ഇന്ന് രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ എൻ്റെ മുടിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുടി ഇല്ലാതിരുന്ന സമയത്ത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേ എനിക്ക് കിട്ടിയ ഒന്നാണ് ഈ ഒരു വേമ്പാലം പട്ട. വേമ്പാലം പട്ട മുടി വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ സൂപ്പറാണെന്നുള്ളത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു വേമ്പാലം പട്ട ഞാൻ എൻ്റെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തിയത്. വേമ്പാലം എന്ന് പറയുന്ന ഒരു ഔഷധ മരത്തിൽ നിന്നും ചീകി എടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ വേരും പൂവും മുട്ടും ഒക്കെ നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേമ്പാലം പട്ട നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ മുടി പിന്നിയിട്ട പോലെ എത്ര ഞെരുക്കെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ഞെരുക്കമാണ്, ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ മുടിക്കും തരിക. ഭയങ്കര സ്ട്രോങ്ങും ആണിത്. ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പോലും പറ്റില്ല. അതേ ഒരു റിസൾട്ടാണ് നമ്മുടെ മുടിയിലും തരിക. നമ്മുടെ മുടിയെ നല്ലതുപോലെ സ്ട്രോങ് ആക്കിയിട്ട് നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വേമ്പാലം പട്ട ദി ബെസ്റ്റാണ്. ഈ ഒരു വേമ്പാലം പട്ട നിങ്ങൾക്ക് വാങ്ങിക്കണത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൂജാ സ്റ്റോർ ഉണ്ടല്ലോ, പൂജയ്ക്ക് വെക്കണ സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. ഈ ഒരു വലിയ തണ്ട് പട്ടയ്ക്ക് ഞാൻ കൊടുത്തത് 35-40 എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. വേമ്പാലം പട്ട നമ്മുടെ മുടിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുക, നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയില്ലേ അതെടുക്കുക. അതിലേക്ക് ഈ ഒരു വേമ്പാലം പട്ടൻ്റെ വേരുണ്ടല്ലോ അത് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു പട്ടയുണ്ടല്ലോ ഇത് മുഴുവനായിട്ടും തന്നെ നിങ്ങൾ പൊട്ടിച്ച് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വളരെ കുറഞ്ഞു എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ വേമ്പാലം പട്ടയെടുത്ത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇട്ട് വെച്ചതിന് ശേഷം ഓവർനൈറ്റ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വെക്കുക, അടച്ചു വെക്കണം. പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ വേമ്പാലം പട്ട നമ്മുടെ എണ്ണയിൽ കിടന്ന് കുതിർന്ന് നമ്മുടെ എണ്ണയുടെ കളർ ഉണ്ടല്ലോ നല്ലൊരു റെഡിഷ് കളർ, നല്ല ചുവപ്പ് നിറമാണ് നമ്മുടെ എണ്ണയ്ക്ക് കിട്ടുക. ഇത് നമ്മുടെ വേമ്പാലം പട്ടയുടെ കളറാണ് കേട്ടോ. ഈ ഒരു വേമ്പാലം പട്ടയുടെ അത്ഭുത ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പട്ടയെടുത്ത് വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് അല്ല എത്ര ദിവസം വെച്ചാലും കളർ ചേഞ്ച് വരികയില്ല. പക്ഷേ നിങ്ങൾ എണ്ണയിൽ ഇട്ട് വെച്ചാൽ മാത്രമേ ഈ ഒരു വേമ്പാലം പട്ടയുടെ കളറ് ഇങ്ങനെ മാറുള്ളൂ. അത്രയ്ക്കും ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഹെയർ ഓയിലാണ് നമ്മുടെ ഈ ഒരു വേമ്പാലം പട്ടയുടെ ഹെയർ ഓയിൽ. വേറെ ഒന്നും നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, വേമ്പാലം പട്ട മാത്രം ഇട്ട് വെച്ചാൽ മതി. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മുടി വളരുന്നില്ല, കുറേ ഹെയർ ഓയിൽ മാറ്റി ഉപയോഗിച്ചു, എന്നിട്ടും മുടി കൊഴിച്ചിൽ മാറണമില്ല, മുടി വളരണമില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വേമ്പാലം പട്ടയുടെ ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. റിസൾട്ട് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു വേമ്പാലം പട്ടയുടെ എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 വട്ടം അതല്ലെങ്കിൽ 2 വട്ടം മാത്രം നിങ്ങൾ ഈ ഒരു എണ്ണ നിങ്ങളുടെ മുടിയിൽ വെച്ചാൽ മതി. മുടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
വേർതിരിക്കുക. നിങ്ങളുടെ സ്കാൽപ്പ് ഞാൻ ഇനിയിപ്പോൾ കാണിക്കണത് പോലെ വേർതിരിക്കുക. നമ്മുടെ സ്കാൽപ്പിലോട്ട് ഈ എണ്ണ തട്ടണം. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഈ എണ്ണ തട്ടുമ്പോഴാണ് നമുക്ക് അവിടെ കുഞ്ഞു കുഞ്ഞു കുനൂനാന്നുള്ള ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ ജെന്റിലായിട്ടുള്ള ഒരു മസാജും കൂടെ നിങ്ങളുടെ തലയോട്ടിയിലേക്ക് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ മുഴുവനായിട്ടും തന്നെ സ്പ്രെഡ് ആവുള്ളൂ. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട്, നമ്മുടെ മുടി ഇഴകളിലോട്ട് പെനിട്രേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഏത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു മസാജ് നിങ്ങളുടെ തലയോട്ടിക്ക് കൊടുക്കുക. അതിനുശേഷം മുടി 2 ഭാഗത്ത് വകച്ചിലിട്ടതിന് ശേഷം മുടിയിലും മുടിയുടെ തുമ്പത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ടിട്ട് ഇൻവേഷൻ മെത്തേഡിൽ ഒരു 2 മിനിറ്റ് നിങ്ങളുടെ തലയോട്ടി നന്നായിട്ട് ഒരു മസാജും കൂടെ കൊടുത്ത് നിങ്ങൾ മുടി കെട്ടി വയ്ക്കുക. 1 മണിക്കൂർ നേരമെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ വെച്ചിരിക്കണം. ഇനിയിപ്പോൾ 1 മണിക്കൂർ പറ്റില്ല എന്നുള്ളവർ അരമണിക്കൂർ നേരമെങ്കിലും നിർബന്ധമായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ തലയോട്ടിയിൽ തന്നെ ഇരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് എണ്ണ വെക്കാം, കുഴപ്പമില്ല. പിറ്റേ ദിവസം എണീച്ച് ഞാൻ കാണിക്കുന്ന ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിരുന്നാൽ മതി. ഇനി മുടി കെട്ടി വയ്ക്കുകയാണ്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ ഡ്രൈനെസ് വരാതിരിക്കാനും സ്പ്ലിറ്റൻസ്, മുടി കട്ടായി പോവുക, ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലപോലെ ഡ്രൈ ആവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേച്ചുറൽ കണ്ടീഷണറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്. മുടി നന്നായിട്ട് വളരാനും ഇത് സഹായിക്കും. ഇതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടത്. അപ്പോൾ എൻ്റെ പൂന്തോട്ടം കണ്ടല്ലോ, ഒരൊറ്റ കാശിത്തുമ്പ ഞാൻ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ വിത്തുകൾ വീണ് നിറയെ കാശിത്തുമ്പ അവിടെ മുളച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ കുറേ അലോവേരയും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറം പിന്നെ ഓരോ അലോവേരയുടെ തണ്ടുകളായിട്ട് പുതുതായിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഒരെണ്ണം വെച്ചതാണ് ഇത്ര മാത്രം എനിക്ക് ആയി കിട്ടിയത് കേട്ടോ. അപ്പം നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയുടെ ജെല്ല് എടുക്കരുത്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതില്ലേ, അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പല കെമിക്കലുകളും ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ അവിടെ ഫ്രഷ് ആയിട്ട് ഇരിക്കണത്. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കരുത്. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്കിലും എന്തായാലും അലോവേര ഉണ്ടാവും. അവരുടെ അടുത്ത് പോയിട്ട് ഒരൊറ്റ തണ്ട് മതി നമുക്ക് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. അത് വാങ്ങിക്കുക. എന്നിട്ട് അതിൻ്റെ ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരെണ്ണം എടുത്തു, പക്ഷേ കുഞ്ഞു തണ്ടായതുകൊണ്ട് അതെനിക്ക് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു തണ്ടും കൂടെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഒരു അരിപ്പി ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഇതിൽ ഞാരുണ്ടാവും, അത് നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കുഴമ്പ് മാതിരി നല്ലൊരു പേസ്റ്റായി കിട്ടും. ഇനി ഈ ഒരു അലോവേരയുടെ ജെല്ല് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുടിയെ സ്മൂത്താക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അലോവേര വളരെ നല്ലതാണ്. കാരണം ഇതിൽ 90% ഓഫ് വാട്ടർ കണ്ടൻ്റാണ് ഉള്ളത്. ഇത് നമ്മുടെ മുടിയെ എപ്പോഴും നമ്മുടെ മുടിയിൽ ആ ഒരു ഈർപ്പം നിലനിർത്താനും നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു മോയ്സ്ചറൈസറൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാനും താരൻ വരാതിരിക്കാനും നമ്മുടെ മുടിയെ ടോട്ടലി മാറ്റാനും അലോവേര സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ തലയിലും മുടിയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ വെറും 10 മിനിറ്റ് മാത്രം നിങ്ങളുടെ മുടിയിൽ വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കാം, 10 or 20 മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 10 മിനിറ്റെങ്കിലും മാക്സിമം ഇത് നിങ്ങളുടെ മുടിയിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു ഉണ്ടല്ലോ അത് വെച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. പിന്നെ കണ്ടീഷണർ ഒന്നും നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കരുത്, ഇത് തന്നെ മതി, ധാരാളമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇൻട്രോയിൽ കാണിച്ചു. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാം. അതിന് മുൻപായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള 3-4 നൈറ്റികളാണ് കേട്ടോ. ആദ്യത്തെ ഇത് ഈ ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രോക്കിൻ്റെ ലുക്കാണ് കേട്ടോ ഉള്ളത്. നമുക്കിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റി മാറ്റി വേറെ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ പോവാം. അത്രയ്ക്കും ഒരു ലുക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള നൈറ്റികൾക്കുള്ളത്. ഇത് മാത്രമല്ലാതെ സാധാ നൈറ്റികൾ, നമ്മൾ വീട്ടിലിടുന്ന സാധാ ഫുള്ളായിട്ടുള്ള നൈറ്റികളില്ലേ, അങ്ങനെയും ഇവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഫ്രോക്ക് മോഡലിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും ഇവർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇവരുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്, സന്ധ്യാസമയം ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയും പിറ്റേ ദിവസം രാവിലെയും നമ്മൾ ചെയ്യേണ്ട ഹെയർ കെയർ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ മുടിയിൽ വന്നിരിക്കണ ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അലോവേര.
അലോവേര ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാറ്റം നമ്മുടെ മുടിയിൽ തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സാധാരണ ഹെയർ ഓയിൽ ഉപയോഗിച്ച് മുടി കഴുകിയെടുക്കണേനും നിങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർ പാക്കുകൾ നിങ്ങളുടെ മുടിയിലിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കണേനും ഒരുപാട് മാറ്റമാണ് നമ്മുടെ മുടിയിലേക്ക് തരിക. സാധാരണ നിങ്ങൾ ഷാമ്പു മാത്രം ഇട്ട് മുടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും പറയുന്നൊരു പരാതിയാണ്, മുടി നല്ലപോലെ ഡ്രൈ ആവണോ ചേച്ചി, സാധാരണ രീതിയിൽ നിന്നും ഒരുപാട് ഡ്രൈ ആവണോ, അതേപോലെ തന്നെ മുടി ഇങ്ങനെ ചീവി എടുക്കുന്ന സമയത്ത് കട്ടായിട്ട് താഴെ വീഴണോ, അതേപോലെ തന്നെ മുടിയിൽ ഒരുപാട് സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മിക്ക ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാലാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. ഇപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇടാതെ മുടി കഴുകിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് നിങ്ങളുടെ മുടിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ മുടി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് പോയാലാണ് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം കിട്ടുള്ളൂ. നിങ്ങൾ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിൽ ഉപയോഗിച്ചു, പക്ഷേ നിങ്ങളുടെ മുടി എക്സ്ട്രാ ഡ്രൈനെസ് ആണ്, സ്പ്ലിറ്റൻസ് ആണ്, മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഇന്ന് നമ്മൾ നല്ലൊരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ ഓയിൽ ഇട്ട് മുടി കഴുകിയെടുത്തത് കൊണ്ട് തന്നെ മുടിയിൽ ഇന്ന് രാത്രി ഒന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് മുടി ഒന്ന് കെട്ടിവെക്കുക. അപ്പോൾ മുടി കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് മുടി പിന്നി മെടഞ്ഞിടാനാണ്. ഫ്രീ ഹെയറിൽ ഇടരുത്. ബൺ ചെയ്യാനും ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം ബൺ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ എത്ര ലൂസായിട്ട് ബൺ ചെയ്താലും മുടിയുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കയറി പോകും. അപ്പോൾ നെറ്റി മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നെറ്റിയുടെ ഭാഗത്ത് മുടി കൊഴിച്ചൽ ഉണ്ടാവാനുള്ള കാരണത്തിന് ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ലൂസായിട്ടുള്ള രീതിയിൽ ഇതേപോലെ പിന്നി മെടഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുക. അപ്പോൾ ഹെയർ പാക്ക് ഇട്ട ദിവസവും പിറ്റേ ദിവസവും നമ്മുടെ മുടിയിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പിറ്റേ ദിവസം രാവിലെ കാണിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, പക്ഷേ രാവിലെ പിന്നിയത് അത് അങ്ങനെ തന്നെ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്ന് നെയ്തുകൂട്ടൻ ഇത്തിരി കിറുകിറാന്നാക്കി. കാരണം അവന് ജലദോഷമൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെറുതെ മുടിയൊന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി മുകളിലേക്കൊന്ന് പിടിച്ച് കെട്ടി വെച്ചതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മുടി പിന്നൽ അഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കാണിക്കണത് പോലെ തന്നെ നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടിയിലെ ജട കളയുക. ഒരിക്കലും നിങ്ങൾ മുടിയിൽ പിന്നൽ അഴിച്ച പാടെ ചീപ്പി യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ മുടി എത്ര തന്നെ നമ്മൾ ചീവി കെട്ടി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയിൽ ജട കൂടും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെയല്ലേ കിടക്കണത്. അതുകൊണ്ട് ഒരുപാട് ജടയൊന്നും ഉണ്ടാവില്ല, എന്നിരുന്നാലും ഉണ്ടാവും. അപ്പോൾ കൈകൾ ഉപയോഗിച്ചിട്ട് മുടിയിലെ ജട കളഞ്ഞതിന് ശേഷം പല അകലമുള്ള ഒരു കോമ്പ് യൂസ് ചെയ്ത് മുടി ചീവുക. മുടി ചീവുമ്പോൾ ടോപ്പ് മുതൽ തുടങ്ങാതെ മുടിയുടെ എൻഡ് മുതൽ ചീവി കൊണ്ടുവരിക. ഇനി നിങ്ങൾ രാവിലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിയിൽ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നെറ്റി നടുവെടുക്കുന്ന ഭാഗത്ത് എപ്പോഴും ഒരേ ഭാഗത്ത് വകച്ചിലെടുത്ത് അവിടുത്തെ മുടികൾ ചെറുതായിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാനിപ്പോൾ രാത്രിയും രാവിലെയും ഈ ഒരു റോസ്മേരിയുടെ ടോണർ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്മേരി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഉലുവട വെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തേയില വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ കറിവേപ്പിലയുടെ വെള്ളം, അങ്ങനെ ഏത് വെള്ളമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ നെറ്റിയുടെ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുടി ഇല്ലാത്ത ആൾക്കാർ മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിൽ ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ. വകച്ചലെടുത്തതിന് ശേഷം സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നിങ്ങൾ വിടുമ്പോൾ തന്നെ നിങ്ങളാകെ രാവിലെ തന്നെ നല്ലൊരു കുളിച്ചൊരു എഫക്റ്റ്, കുളിക്കാതെ തന്നെ നമുക്ക് കുളിച്ചൊരു എഫക്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. ശരിക്കും പറയാണ്, നിങ്ങൾ രാവിലെ ഉറങ്ങി എണീച്ചതും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു കുളിച്ചതിൻ്റെ ആ ഒരു റീഫ്രഷ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാത്തത് പോലെ ഉണ്ടോ? മുടിയൊന്ന് കുളിപ്പിനലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ കുളിക്കേണ്ട ആവശ്യം പോലുമില്ല, തല കഴുകേണ്ട ആവശ്യം പോലുമില്ല. പക്ഷേ നിങ്ങൾ മേല് കഴുകണം കേട്ടോ. തല നിങ്ങൾ ഇന്ന് കഴുകരുത്. ഇന്നലെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ തല കഴുകരുത്. രാത്രിയും ഇതേപോലെ ടോണേഴ്സ് ഉപയോഗിക്കുക. അതിനുശേഷം പിന്നി മെടഞ്ഞ് കെട്ടിവെക്കുക. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത ദിവസം പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുടി ഒന്ന് അഴിച്ചിടുമ്പോൾ ഡ്രൈ ആണെങ്കിൽ ഒരു 3-4 തുള്ളി എടുത്ത് നിങ്ങളുടെ മുടിയിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. ടോണർ ഉപയോഗിക്കുക. ഇനി 4ാമത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. മുടി ഇങ്ങനെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും മുടിയിൽ അപ്പം നിങ്ങൾക്ക് എന്താണോ പ്രശ്നമുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ പാക്ക്, ഞാൻ ഒരുപാട് ഹെയർ പാക്ക് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മുടിയിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മളൊരു റൊട്ടീൻ നമ്മുടെ മുടിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും എത്ര വളരാത്ത മുടിയും വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റൊട്ടീനാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കി അതേപോലെ ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.